ആദ്യമായിട്ട് വേതാളം എന്ന് പറഞ്ഞ വേതാളത്തിന്റെ ശബ്ദമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. വേതാളത്തിന് ശബ്ദമുണ്ടോ? ആ ശബ്ദമുണ്ട്. അതെങ്ങനെയാ? പാപം പത്മാവതി അവളുടെ കഥ കഴിഞ്ഞു അല്ലേ മഹാരാജൻ? ദേ, ഒരു കുമാരി കരഞ്ഞുകൊണ്ട് വരുന്നു. നമുക്ക് എന്താണ് തിരക്ക മഹാരാജ? ഇതാണ് വേതാളം. ഇതാണ് വിക്രമാദിത്യനും വേതാളം പുറത്തിരിക്കുന്നത്. ഓക്കെ, അത് ഗംഭീരമായിട്ടുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് തുടക്കം അതിൽ നിന്നാണ്, വേതാളത്തിൽ നിന്നാണ് തുടക്കം. അതെ അതെ. ഇപ്പൊ ഈ വേതാളത്തിന് ആരൊക്കെയുണ്ട് കൂട്ടായിട്ട് വീട്ടില്? എന്റെയോ? എനിക്ക് ഒരു ബ്രദറുണ്ട്, പിന്നെ സിംഗിൾ മദർ ആണ്. മോനുണ്ട്. മോൻ ഈ വേതാളത്തിന്റെ എന്തെങ്കിലും കഴിവുകൾ കിട്ടിയിട്ടുണ്ടോ? കുഞ്ഞതാ 8 വയസ്സായിട്ടുള്ളൂ. 8 വയസ്സായിട്ടുള്ളൂ. ഓക്കെ. വേതാളത്തിൽ നിന്ന് പിന്നെ എങ്ങോട്ടായിരുന്നു? പിന്നെ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ അല്ലാത്ത ശബ്ദങ്ങളും പ്രകൃതി അങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ ചെയ്തു. പിന്നെ വെറൈറ്റി ആയിട്ട് പ്രകൃതി എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ? അന്നൊക്കെ പിന്നെ ഇപ്പൊ എല്ലാം ആർട്ടിസ്റ്റുകളുടെ ഒക്കെയാണ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ താരങ്ങളുടെ. ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നത് ആരെ ചെയ്യുമ്പോഴാ? എനിക്ക് തോന്നുന്നു അനുശ്രീ, നടി അനുശ്രീയുടെ ശബ്ദം, പിന്നെ രജിഷ വിജയൻ, അങ്ങനെ കുറെ നടിമാരുടെയൊക്കെ ശബ്ദം. അനുശ്രീ കാണുന്നുണ്ടെങ്കിൽ അനുശ്രീയെ ഇടയ്ക്കിടയ്ക്ക് അനുകരിക്കാറുണ്ട്. അതെ അതെ. അപ്പൊ അനുശ്രീയിലേക്ക് പോയാലോ? നാരായണ മാമനെ ഓമനയുമായി കൂടാതെ എനിക്ക് വേറെ ആൾക്കുണ്ട് കേട്ടോ ദുബായില്. കാവുംപുറത്തെ മീനച്ചെറിയമ്മ, പൊന്നേത്തെ വിമലയിടത്തി, ഓടേമ്പുറത്തെ പുഷ്പേച്ചി, അങ്ങനെ കുറേ ബന്ധുക്കാരുണ്ട്. നാട്ടിൽ ഞാൻ സൈക്കിൾ ഓടിക്കൂട്ടോ. സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് എളുപ്പമാവും. അർണേട്ടാ അരുണേട്ടൻ വരുമ്പോ നമുക്ക് ചോദിക്കാം.